മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങൾ കാണുകയാണ് ആ വാക്കുകളിലേക്ക്. ഭയപ്പെടേണ്ട അവകാശമില്ല. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താ വെച്ചാൽ 1.17 ഇപ്പോഴത്തെ ലെവല്. വാണിംഗ് 2.5-നാണ്. ഒരു അപകടം വരുന്നത് 3.76-ലാണ് അപകടം വരുന്നത്. ഇപ്പോൾ നമുക്കിനിയും 1 മീറ്ററിൽ കൂടുതൽ, 1 മീറ്ററല്ല കൂടുതലുണ്ട്. 1.17 1.17 ഡേഞ്ചർ വെക്കണമെങ്കിൽ 3.76 വരണം. അപ്പോൾ നമുക്ക് വലിയ പേടിക്കില്ല. അതേപോലെ ഇവിടെ കാലടിയിൽ വരുമ്പോൾ കണക്ക് ഡേഞ്ചർ ലെവൽ 10 മീറ്ററാണ്. ഇപ്പോൾ വാണിംഗ് ലെവൽ 9 മീറ്ററാണ്. ഇപ്പോഴത്തെ ലെവൽ 3.15 ഉള്ളൂ. അപ്പോൾ പെരിയാറിലും ഇല്ല, ഇടുക്കിയും ഇടമലയാറും തുറന്നാൽ തന്നെ 4.25 വരുള്ളൂ. അപ്പോൾ നമുക്ക് പേടിക്കാൻ അബദ്ധങ്ങളൊന്നുമില്ല. അതാണ് അതിൽ ചുരുക്കത്തിൽ പറയാനുള്ളത്. എനിക്കത് മാറില്ല. ഇല്ല, നമ്മളത് അവർ അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ മഴയുടെ എല്ലാം സ്ഥിതിയൊക്കെ നോക്കിയിട്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ സാങ്കേതിക വിദഗ്ധന്മാരാണ് അത് തീരുമാനിക്കുക. അല്ലാണ്ട് രാഷ്ട്രീയത്തിലല്ല അത് തീരുമാനിക്കേണ്ടവരുണ്ട്. അവരെല്ലാം ഇടുക്കി കളക്ടർ, എറണാകുളം കളക്ടർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ എല്ലാവരും കൂടി ഒരു കമ്മിറ്റി ഉണ്ട്. അവരാലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കാൻ അവർ പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കി ചെയ്യേണ്ടതല്ലല്ലോ അത്. അവർ സാങ്കേതികമായി നോക്കി ചെയ്യാനുള്ളൊരു ഏർപ്പാടാണ് ചെയ്തിരിക്കുന്നത്. ഇല്ല, എത്തിയാൽ തന്നെ ഇത്രയേ വരുള്ളൂ. 100 ക്യൂബിക് മീറ്ററാണ്, 200 ക്യൂബിക് മീറ്ററാണ് രണ്ടിലും കൂടി വരുന്നത്. വന്നാൽ ഇത്രയും 1 മീറ്ററിൽ കൂടുതൽ വരില്ല. ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം ഏത് സമയത്ത് പെരിയാറിലേക്ക് ഒരു 4-4:30 എത്തുമെന്നാണ് വിശ്വാസം. ഇടുക്കി ഡാമിൽ ഇവിടെ എത്തും എന്തായാലും. ഇവിടെ കാലടിയിൽ എന്തായാലും 4-4:30 ആകുമ്പോഴേക്കും എത്തും. കഴിഞ്ഞാൽ ഉയരുന്നില്ല. ചിലപ്പോൾ മഴയുടെ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള വൃഷ്ടി പ്രദേശത്തുള്ള മഴ കമ്മിയായിട്ടും ഉണ്ടാകാം. എന്നാലും നമുക്കൊരു വലിയ അപകടമില്ല. ഇനി ഇവിടെ വൃഷ്ടിപ്രദേശത്ത് വെള്ളം കൂടുന്നു നോക്കുക. ഇപ്പോൾ കാലടിയിൽ ഇപ്പോൾ ഒരു 9 മീറ്റർ ലെവലെത്തി, ഡേഞ്ചറാണ്. അപ്പം നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറയാം. ഇടുക്കിയിൽ സ്പേസ് എത്ര ഇട്ടിട്ടുണ്ട് ഇടുക്കിയിൽ. അപ്പോൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനത്തിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെയും കാലടിയിലും 2 സ്ഥലത്തും നമ്മൾ പ്രത്യേകമായ മോണിറ്ററിംഗ് സിസ്റ്റം വരും. അപ്പോൾ ഇവിടെ ഡേഞ്ചർ ആകുന്നു തോന്നിയാൽ നമുക്ക് ഇടുക്കിയിൽ തന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. ഇടുക്കിയിൽ ഇടമലയാറിൽ അത്ര ഇല്ലെങ്കിലും ഇടുക്കിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അപകടം വരാതെ നമുക്ക് കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കത്തിലുള്ളത്. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഏകദേശം 18.24 കോടിയുടെ നഷ്ടം ഉണ്ടായതിനാണ് ഇപ്പോൾ റഫായിട്ടുള്ള കണക്കാക്കിയിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും പത്തനംതിട്ട, പാലാ, തൊടുപുഴ എന്നീ സർക്കിളുകളാണ് സംഭവിച്ചിരിക്കുന്നത്. ആകെ 5.49 കണക്ഷനുകൾ തയ്യാറായിട്ടുണ്ട്. 20,276 സർവീസ് കണക്ഷനുകൾ പുനഃസ്ഥാപിക്കാനുണ്ട്. പ്രളയവും മഹാമാരിയും വകവയ്ക്കാതെ വൈദ്യുതി സ്ഥാപനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ KSBയിലെ തൊഴിലാളികളെയും ഓഫീസർമാരെയും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. രാവും പകലും കഷ്ടപ്പെട്ടാണ് അവരിതൊക്കെ ചെയ്തത്. അതൊരിക്കലും എന്താ പറയുക, അതാരും പറഞ്ഞിട്ടല്ല ചെയ്തത്, സ്വയം അവർ തന്നെ ചെയ്തതാണ്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ആശ്വാസത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്, അത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അക്കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം.